ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്നത്തേതൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇതിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന പ്ലാൻസ് എല്ലാം തന്നെ ആ പ്ലാൻസ് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഞാനിതിൽ പറയുന്ന ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് 4 ദിവസത്തേക്ക് മാത്രമായിരിക്കുമേ. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസ് നിങ്ങളുടെ കയ്യിലെത്തിക്കിട്ടാൻ ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. മാക്സിമം നിങ്ങൾ ഓർഡർ തന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൽ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ഓർഡർ ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോട് പറയണേ. പിന്നെ DTDC വഴി പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ പ്ലാൻസ് അയക്കുന്നത്. ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ്. അപ്പോൾ ഞാനിനി സെയിലിനുള്ള പ്ലാൻസ് കാണിക്കാം. ഇപ്പം ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് അംബർല ഗ്രാസ് ആണ്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കൊട പോലെ വിരിഞ്ഞ് നിൽക്കും. മറ്റുള്ള ഇലച്ചെടികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തതയുള്ള ഇലച്ചെടിയാണ്. ഇതിങ്ങനെ ഒരു പോട്ടിൽ നട്ടിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇത് മാത്രമായിട്ട് ഒരിടത്ത് വെക്കണം. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ചെടി കുറച്ചും കൂടിയൊക്കെ വലിപ്പം വെച്ച് കയറുമ്പം കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പ്ലാന്റിന് 50 റുപ്പീസാണ് റേറ്റ് വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് നല്ല ഗ്രാൻഡ് ലുക്കുള്ള തുമ്പർജിയ പ്ലാന്റ്. നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പറാണിത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നെറ്റ് അടിച്ചത് ഇങ്ങനെ പടർത്തി കയറ്റി വിടുവാണെങ്കിൽ നിറഞ്ഞിങ്ങനെ പൂത്ത് കിടക്കും. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. അടുത്തത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഇലകളുള്ള ഗോൾഡൻ ലിഡിയാണ്. ഇതിൻ്റെ ഇലകളുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ചേമ്പലയിൽ വെള്ളം നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇലകളിൽ വെള്ളത്തുള്ളി വീണ് കഴിഞ്ഞാൽ. എത്ര ദൂരെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാവുന്ന കളറാണ് ഇതിൻ്റെ ഇലകൾക്ക്. ഇതൊരു കുഞ്ഞു മരമായിട്ട് അതിൽ നിറയെ ഈ കളറിലെ ഇലകൾ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണേ. ഇതിൻ്റെ ഇതുപോലുള്ള ഒരു ചെടിക്ക് 50 രൂപയാണേ. വിങ്കായുടെ ഈ ഒരു കളർ മാത്രം നമുക്ക് സെയിലിനായിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു റെഡ് കളർ പോലെ തോന്നി, പക്ഷേ ഇത് റെഡ് അല്ല, ഓറഞ്ച് കളറാണ്. വിങ്ക പ്ലാന്റൊക്കെ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഒരു പോട്ടിംഗ് മിക്സൊക്കെ ഉണ്ടാക്കി അതിൽ വളരെ ശ്രദ്ധയോടുകൂടി നട്ട് ശുശ്രൂഷിക്കേണ്ട ഒരു പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 30 റുപ്പീസാണ്. ഇനിയുള്ളത് പെന്നി വോട്ടാണ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാവുന്ന ചെടിയാണ്. നല്ല കുഞ്ഞു പപ്പടം പോലെ ഫ്ലഷി ആയിട്ടുള്ള ഇലകളാണ്. ഒരു ക്യൂട്ട് ലുക്കും അല്ലേ ഇതിൻ്റെ ഇലകൾക്ക്. നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നട്ടുപിടിപ്പിക്കാം. സെയിലിനുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ളതാണ്. ഒരു പ്ലാന്റിന് 40 റുപ്പീസാണ് റേറ്റ്. ഇതിന്ന് നമ്മൾ എടുത്ത് പാക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കൂടിയിരിക്കും. ഈ ഒരു ലുക്കായിരിക്കില്ല എന്ന് മാത്രം. വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അതിനൊത്ത ഭംഗിയുണ്ട് താനും. അടുത്തത് നിറഞ്ഞു പൂത്ത് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഏഞ്ചലോണിയയുടെ പ്ലാന്റ്സ് ആണ്. നല്ല ഡാർക്ക് വയലറ്റ് കളറിലാണ് ഇതിൽ പൂക്കളുണ്ടാവുക. അതിലൊക്കെ ഇപ്പം പൂക്കളായി വരുന്നതേ ഉള്ളൂ. നല്ല ബ്രൈറ്റ് കളർ ആയതുകൊണ്ടേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. 3-ലധികം ഷൂട്ട്സ് ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ് സെയിലിനുള്ളത്. 50 റുപ്പീസാണ് റേറ്റ്. ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തണ്ട് മുറിച്ച് നട്ട് ഒരു ഏരിയ ഫുള്ള് ഈ ചെടി നിറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ജട്രോഫയാണ്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അതുമാത്രമല്ല എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയും കൂടിയാണ്. ചട്ടിയിലും തറയിലൊക്കെ നടാം. തറയിൽ നടുവാണെങ്കിൽ കുറച്ച് ഹൈറ്റ് വെച്ചോളും. നല്ല ബുഷിയായിട്ട് നിന്ന് ഇതുപോലെ നിറച്ച് ചുമന്ന പൂക്കളുണ്ടാവും. സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ പ്ലാന്റ്സ് സെയിലുണ്ട്. ഇതിപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ലീവ്സാണ്. നമുക്കുണ്ടല്ലോ ഈ അഗ്ലോണിമയൊക്കെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും. ഇതൊക്കെ ഏറ്റവും നോർമൽ അഗ്ലോണിമയിൽ പെട്ടതാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഭംഗി ഒരു അസാധ്യ ഭംഗിയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് 40 രൂപയും വലിയ പ്ലാന്റിന് 50 രൂപയാണ്. അടുത്തത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇലകൾ പോലെ തോന്നിക്കുന്ന ഈ ഒരു വെറൈറ്റി റിബൺ പ്ലാന്റ് ആണ്. നല്ലൊരു വൈറ്റ് പോട്ടിൽ നട്ടിട്ട് നമുക്ക് ടീപ്പോയുടെ മുകളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒരു പ്ലാന്റിന് 40 റുപ്പീസാണ് റേറ്റ്. ജമന്തിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. ഒരു പ്ലാന്റിന് 30 റുപ്പീസാണ്. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേര് പിടിച്ച് കിട്ടുന്നവരെയും വളരെ മിതമായിട്ട് അത് നനച്ച് കൊടുക്കാവൂ. പിങ്ക് സിങ്കോണിയത്തിൻ്റെ ഓഫർ റേറ്റ് 30 റുപ്പീസാണ്. ഇത് നമ്മൾ 60 രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റാണ്. ഇതൊക്കെ വളരെ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ. നല്ല സ്മെല്ലുള്ള ഇലകളുള്ള ആർട്ടിമേഷ്യയുടെ പ്ലാന്റ് ഉണ്ട്. ഒരു പ്ലാന്റിന് 50 റുപ്പീസാണ് റേറ്റ്. നല്ല അടിപൊളി വൈറ്റ് തെച്ചി വേണ്ടവർക്ക് 50 റുപ്പീസിന് ഇതും അവൈലബിൾ ആണ് കേട്ടോ. ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ ഇലകളുള്ള നാടൻ ടൈപ്പും അല്ല, എന്നാൽ മിനിയേച്ചറും അല്ല, ഒരു മീഡിയം സൈസ് ഇലകളുള്ള തെച്ചി. ലോറോപെറ്റാലത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 40 രൂപയ്ക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ പിടിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. വലിയ പ്ലാന്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാവുമല്ലോ. നല്ല മജന്ത കളറിലുള്ള പൂക്കൾ നിറഞ്ഞ് ഈ ചെടിയിൽ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണേ. നമ്പ്യാർവട്ടത്തിൻ്റെ കട്ട പൂണ്ടാവുന്ന പ്ലാന്റ് ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. നമ്പ്യാർവട്ടം തന്നെ മിനിയേച്ചറിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ ഇലകളുള്ളത്, പിന്നെ ഒന്ന് ഒരു ഗോൾഡൻ യെല്ലോ ഇലകളുള്ളത്. രണ്ടിലും ഉണ്ടാകുന്ന പൂവ് ഒരുപോലെ തന്നെയാണ്. ഗാർഡനൊക്കെ ബോർഡർ വെച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ ചട്ടിയിൽ നടാനൊക്കെ നല്ലതാണ്. ഒരു പ്ലാന്റിന് 40 രൂപയാണ്. 2 വെറൈറ്റിയും സെയിം റേറ്റ്. 40 രൂപയ്ക്കൊക്കെ ഇതുപോലെ ഇച്ചിരി ബുഷിയായിട്ടുള്ള പ്ലാന്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ലതല്ലേ. നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ ഈ കാണിക്കുന്ന കൂട്ടത്തിലുണ്ട് കേട്ടോ.
ഈ നമ്പ്യാർവട്ടം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ചെടിയാണെങ്കിൽ അതിൻ്റെ പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട്. ഒട്ടുമിക്ക പഴയ ചെടികൾ ആളുകൾ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, ക്രീപ്പറാണ്. വെള്ളയും ചുമപ്പും കളർ ഇങ്ങനെ ഇടകലർന്ന് പൂക്കളുണ്ടാകുന്ന ബ്ലീഡിങ് ഹാർട്ട്. അത്യാവശ്യം വള്ളി കയറിയ പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് നമുക്ക് 2 രീതിയിൽ വളർത്താം. ക്രീപ്പറായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കയറ്റി പടർത്തി വിടാം, അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ നട്ടിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് ബുഷിയാക്കി അതിൽ തന്നെ നിന്ന് നിറച്ച് പൂവായിക്കോളും. ഒരു പ്ലാന്റിന് 40 രൂപയാണ്. ഫിംഗർ അരേലിയയുടെ ഇതുപോലത്തെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് 30 രൂപയാണ്. ഇതുപോലെ തന്നെയായിരിക്കും, ഈ ഒരു കവറിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുക. കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഇച്ചിരി കൂടെ വലിപ്പമുള്ള പ്ലാന്റ് 80 റുപ്പീസിനാണ് കൊടുത്തിരുന്നത്. ഈ ഒരു സൈസിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാമല്ലോ. ബോളരേലിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപ. നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതൊക്കെ നട്ടിട്ട് ഇങ്ങനെ റൗണ്ടിൽ ട്രിം ചെയ്ത് ഇങ്ങനെ നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. വലിയ വലിയ ഗാർഡനുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നത് ഇത്തരം ചെടികളാണ്. ഇത് നോക്ക്, പൂവാണോ ഇലയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല തീനാളം പോലെ നിൽക്കുന്ന ഇലകൾ ഈ ഒരു യുജീനിയയിൽ കാണുന്നത് എന്ത് ഭംഗിയാണ്. ഇത്തരം ചെടികളൊക്കെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ നട്ടു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ശരിയായ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യുജീനിയ പ്ലാന്റ് ഇപ്പോഴത്തെ വലിയൊരു ട്രെൻഡാണ്. ഒട്ടുമിക്ക വീടുകളുടെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ ട്രിം ചെയ്ത് നല്ല ഭംഗിയിൽ ഈ ചെടി നിൽക്കുന്ന കാണുന്നുണ്ട്. സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിന് 50 റുപ്പീസാണേ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാവുന്ന കട്ടൻ പ്ലാന്റ്സ് ഉണ്ട്. കട്ടൻ പ്ലാന്റിൻ്റെ ഒരെണ്ണത്തിന് 40 രൂപയാണ് റേറ്റ്. ഞാൻ ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെയും സെയിൽ സൈസ് കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ വലിയ സൈസ് കാണിക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊന്നും ചില പ്ലാന്റ് വലുതായി കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അത് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോഡ്ലൈൻ പ്ലാന്റ്സിൻ്റെ 2 വെറൈറ്റി ഉണ്ട് 40 രൂപയ്ക്ക്. തത്തപ്പച്ച ഇലയുള്ള വെറൈറ്റിയും അതുപോലെ തന്നെ ബ്രൗൺ കളർ ഇലകളുള്ള വെറൈറ്റി. ഇതൊക്കെ വീട്ടിലില്ലാത്തവർ ഒട്ടും മടിക്കാതെ പെട്ടെന്ന് തന്നെ വാങ്ങാം കേട്ടോ. ഇനി കൂഫിയയുടെ യെല്ലോ പ്ലാന്റ്, ഇത് നമുക്ക് അധികം കിട്ടാത്തൊരു കളർ വെറൈറ്റിയാണ്. കൂഫിയയുടെ സാധാരണ നമുക്ക് വൈറ്റ്, പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് അതൊക്കെയാണ് കിട്ടാറ്. പ്ലാന്റ് സൈസ് ഇതാണ്. നമുക്കിത് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്ലാന്റിന് 30 റുപ്പീസാണ് റേറ്റ്. ഈ ചെടി ഇങ്ങനെ നിറഞ്ഞ് മഞ്ഞ പൂക്കളുമായിട്ട് ഒരു പോട്ടിൽ ബുഷിയായിട്ട് നിൽക്കുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന കാരിക്കേച്ചർ പ്ലാന്റ് ഉണ്ട്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 20 രൂപയാണ്. കഴിഞ്ഞ ഓഫർ സെയിൽ ടൈമിൽ ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ് അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത്രയ്ക്കില്ല. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റായ ബേണിംഗ് ബുഷും ഉണ്ട് സെയിലിന്. ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടായിരുന്നൊരു ചെടിയെ പിന്നെ ഇടക്കാലം വെച്ച് ആളെ കാണാണ്ടായി. ഇപ്പോൾ തിരിച്ച് വന്നേക്കുക. ഇപ്പോൾ ഒട്ടുമിക്ക ഗാർഡനുകളിലും ആൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം കാണാൻ നല്ല ഭംഗിയാണല്ലോ. വലിപ്പമുള്ള ചെടിയാണ്. 50 രൂപയാണ് റേറ്റ്. വെള്ള മന്ദാരം 30 രൂപയാണ്. മന്ദാരത്തിൻ്റെ പൂ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ കാണിക്കുന്നില്ല. വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യുക. ഇത് നമ്മുടെ മാതള നാരങ്ങയുടെ ചെറിയ പ്ലാന്റ് 50 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റൊക്കെ വലിയ റേറ്റാണ്. പലവർക്കും റേറ്റ് കൂടുതലുള്ളതുകൊണ്ട് പ്ലാന്റ്സ് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെറിയ പ്ലാന്റാണെന്ന് വെച്ചാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാമല്ലോ. അപ്പം ആവശ്യമുള്ളവരൊക്കെ വാങ്ങാം. ഇതൊക്കെ ഇപ്പോൾ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കായ്ച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് രക്തചന്ദനത്തിൻ്റെ തൈയാണ്. അപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനൊരു സംഭവം നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടാം. ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. അഗസ്ത്യചീരയുടെ വെള്ളയാണ് കേട്ടോ ഇത്. ഈവനിങ് ടൈമിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഒന്ന് കൂമ്പിയിരിക്കുന്ന ഇലകൾ. നല്ല പോഷകമൂല്യമുള്ള നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്ന ചീര ഇനമാണ്. ഇതൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി നമ്മൾ നട്ടുപിടിപ്പിക്കണം. ഒരു പ്ലാന്റിന് 30 രൂപയാണ്. കൂഫിയയുടെ യെല്ലോ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. ഇത് ഗോൾഡൻ കൂഫിയ, വയലറ്റ് കളർ പൂ ഉണ്ടാവുന്നത്. ഇലകൾക്കൊരു മഞ്ഞ കളറാണ് ഉണ്ടാവുക. 25 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 30-ലധികം വെറൈറ്റി പ്ലാന്റ്സ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. കുറേയൊക്കെ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള പ്ലാന്റ് ആയിരിക്കാം, പക്ഷേ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. ഒത്തിരി പേര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ്സും ഈ കൂട്ടത്തിലുണ്ടാവും. വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങാം. ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ദിവസത്തേക്ക് ഈ ഓഫറുള്ളൂ. 17-ാം തീയതി രാത്രി വരെ ഉള്ളൂ കേട്ടോ. ചിലർ ഈ ഓഫർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഓഫർ റേറ്റിന് പ്ലാന്റ് ചോദിച്ചാൽ തരാൻ ചിലപ്പം സാധിക്കില്ല കേട്ടോ. പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ് തരാൻ പറ്റും, പക്ഷേ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറയുന്നത് വലിയ മഴയില്ല, വലിയ വെയിലുമില്ല. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി എളുപ്പമുണ്ടാവും. ഞാനിതിൽ കാണിച്ച പ്ലാന്റ്സിൽ ഒരുമാരെല്ലാം തന്നെ വലിയ ശുശ്രൂഷകൾ വേണ്ട പ്ലാന്റ്സും അല്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് അതിൽ നിന്ന് ഓർഡർ ചെയ്യാമേ. ഇപ്പോൾ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേണ്ട പ്ലാന്റ്സൊക്കെ വേഗം സെലക്ട് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എല്ലാ പ്ലാന്റ്സിൻ്റെയും സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല. പേരറിയാവുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടാലും മതിയാവും. പിന്നെ നിങ്ങൾ ഒട്ടും മടിക്കരുതാത്തൊരു കാര്യം, ഒരു സെക്കൻഡ് എടുത്ത് ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, കമൻറ്റ് ഇതൊക്കെ മറക്കാതെ ചെയ്യുക കേട്ടോ. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.